അവരെന്നോട് എൻ്റെ ജാതി സ്ത്രീ പുരുഷൻ എന്നുള്ള ജാതിയാണ് അത്രേ കാണുന്നുള്ളൂ. അവരെന്നോടൊരു റീൽസ് ചോദിക്കുന്നു, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ. എനിക്ക് സമൂഹത്തെ പേടിയില്ല, ഞാൻ എന്തിനു പേടിക്കണം? അവരെന്നോടൊന്ന് റീൽ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. ഞാൻ റീൽ ചെയ്തിട്ടുണ്ട് സണ്ണിയിൽ. അപ്പൊ അത്തരത്തിലുള്ള അവരൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത്, അമ്മയെ ബഹുമാനിക്കുന്ന ഏതൊരു പുരുഷനും സ്ത്രീയെയും ബഹുമാനിക്കുക, ഏതൊരു സ്ത്രീയെ നമ്മളങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ. കാരണം നമ്മളെ അമ്മ പഠിപ്പിച്ച സംസ്കാരമാണ് സ്ത്രീകളെ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പലതരം സ്ത്രീകളുണ്ടാവും, പക്ഷെ ഞാൻ അവരിലൊരു നെഗറ്റീവും എൻ്റെ പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ കാണുന്നില്ല. അത് അവരുടെ തൊഴിലായിരിക്കാം, അവരത് അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതായിരിക്കാം. ജീവിക്കാൻ അവർ പട്ടിണി കിടന്നപ്പോൾ സമുദായത്തിലുള്ള ആരും പോയി ആഹാരം വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ, ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തില്ലല്ലോ. അവർ ചിലപ്പം അത്തരത്തിലുള്ള വീഡിയോ ചെയ്ത് അതിലൂടെ വൈറലായി ചിലപ്പോൾ അവർ പേര് സ്വീകരിച്ചത് എന്നുള്ള നമ്പിയാണ്. എന്നോട് കുറേ പേര് ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു, നിങ്ങളൊരു നായരല്ലേ? ഞാൻ പറയും, എന്ത് നായർ? രാത്രി നീയൊക്കെ മറ്റേ കഥ കൂട്ടാൻ പോകുമ്പോൾ നായരൻ്റെ ഇതാണോ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതാണോ നോക്കിയിട്ടാണോ പോകുന്നത്? അല്ലല്ലോ, മതിലേടി കഥ കിട്ടാണ്. അപ്പോൾ അങ്ങനെ കഥ കിട്ടാൻ പോകുമ്പോൾ മറ്റേ ജാതി മതം നോക്കിയിട്ടല്ലോ അപ്പം തീരുമാനിക്കുന്നത്. ഏതപ്പതായാലും കഴിക്കുമല്ലോ, അപ്പം ഏതായാലും അവൻ കഴിക്കുന്നുണ്ട്. അന്നേരം ഇത് മുസ്ലിം അപ്പമാണോ ഹിന്ദു അപ്പമാണോ മറ്റേ അപ്പമാണോ കള്ളപ്പമാണോ എന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അവൻ കഴിക്കുന്നുണ്ട്. പിന്നെ പുറത്ത് വന്നിട്ടാണ് അയ്യോ കട്ട് തരുന്നത് അപ്പമാണ്, എന്നിട്ട് പുറത്ത് വന്നിട്ടാണ് അയ്യോ അത് മറ്റേ ജാതിയാണല്ലോ എന്ന് പറയുന്നത്. അന്നേരം കഴിക്കുന്ന അതെ തീർച്ചയായിട്ടും ഒളിപ്പോര് നടത്തുന്നവർ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ ഒളിയും മറയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് ഓപ്പണാണ്. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും എനിക്ക് ഹിപ്പോക്രസി ചെയ്യുന്നില്ല, രണ്ടെണ്ണം അടിക്കുമെന്ന് വെച്ചാൽ ഞാൻ അടിക്കും, അത്രേ ഉള്ളൂ. നമ്മളിപ്പം കുറേ പേരുമായിട്ട് റീൽ ചെയ്യുന്നു, അത് നമ്മളോട് വന്ന് ചോദിച്ചിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്നോട് റീൽ ചെയ്യാമോ എന്ന് നമ്മൾ ചെയ്യുന്നില്ല. ഒരാൾക്കാർ നമ്മളെ മേ ബി നമ്മളുടെ ഇഷ്ടം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റീച്ച് കിട്ടാനായിരിക്കും. എക്സോർ പോയി അവർ നമ്മുടെ അടുത്ത് വരുന്നോണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് പോകുന്നില്ല, നമ്മൾ പോകുന്നില്ല. അല്ല ചേട്ടാ, അതിനകത്ത് ഒരു കാര്യം വെച്ചാൽ ഇപ്പൊ ചേട്ടൻ ചെയ്യുന്ന എല്ലാം ഗേൾസിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്, പക്ഷെ പരാമർശങ്ങൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. യൂട്യൂബിൽ കുറെ മെസ്സേജുകൾ വരും. ഈ മെസ്സേജ് വേണമെന്നല്ല, യവൻ ഇത് തന്നെ പണി, ഇത്രയും പെണ്ണുങ്ങളെ എവിടുന്ന് കിട്ടുന്നത്? അല്ലെങ്കിൽ ഈ ചില ആൾക്കാർ ചീപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചീപ്പ് ചിന്താഗതിയുണ്ട്, ഇവരെല്ലാരെയും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്തിനാന്നുള്ളത് അവരുടെ ആ ചോദ്യങ്ങൾക്ക് കാണാൻ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് എന്താ മറുപടി പറയാനുള്ളത്? അല്ല, ബേസിക്കലി നമ്മളിത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഇവരുടെ വീട്ടിലുള്ള സ്ത്രീകൾ ആരെങ്കിലും ഒക്കെ റീൽ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ റീൽ ചെയ്യുന്നവരൊക്കെ മോശക്കാരാണെന്ന് നമ്മൾ ആദ്യം അത് ജനറലൈസ് ചെയ്യാൻ പാടില്ല, അല്ലേ? അതായത് ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ ആവാനായിരിക്കും സാധ്യത. കാരണം ഇവരുടെ ഒന്നും ആരും റീൽ ചെയ്യാൻ വിളിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് വലിയ സിക്സ് പാക്കോ വലിയ ഫിഗറോ ബോഡിയോ ഉള്ളതൊന്നുമല്ല, ഞാനൊരു പ്ലസ് സൈസ്. ചില പെമ്പിളറൊക്കെ കളിയാക്കി ടെഡി ബിയർ പോലെ ഇരിക്കണം എന്നൊക്കെ പറയും. നമ്മളൊരു ടെഡി ബിയർ തന്നെ കളിയാക്കി വിളിക്കുന്നതാണ്, ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നതേ ഉള്ളൂ, പക്ഷേ കളിയാക്കി കളിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഇച്ചിരി ഭാരമുള്ള ഒരു ആളാണെന്നുള്ളത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അല്ല, നിങ്ങളുടെ ഈ പ്ലസ് സൈസ് നിങ്ങളുടെ ഷേപ്പുമാണ് ഇപ്പോൾ ആൾക്കാരുടെ ആകർഷണമായിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള മലയാളികൾക്കെല്ലാം അറിയാം മുകേഷ് നായർ എന്താണെന്നുള്ളത് അറിയാം, എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ എനിക്കൊരു CEO-യിലുപരി, ഒരു കമ്പനിയുടെ CEO-യിലുപരി, ആദ്യം CEO ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് ജോലി ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് വരുമ്പോൾ എന്തായാലും ഒരു മതിൽക്കെട്ടിനകത്ത് ഒരു ഗ്ലാസ് ഒരു കൂടാരത്തിനകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീല് ഇതിനെന്തായാലും കിട്ടുന്നില്ല, അല്ലേ? രണ്ടും വ്യത്യാസമല്ലേ? ഏറ്റവും കൂടുതൽ എൻജോയ് ഏതാണ്, CEO ആണോ അതോ ഈ ഒരു സെലിബ്രിറ്റി ലൈഫാണ്? അല്ല, ഇതൊരു സെലിബ്രിറ്റി എന്ന് ഞാൻ സ്വയം വിശ്വസിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും ആൾക്കാർ ഇനോഗ്രേഷൻ വിളിക്കുന്നുണ്ടാണോ നിങ്ങൾ സെലിബ്രിറ്റി പറയുന്നത് എനിക്കറിയാം. ആൾക്കാർ നമ്മളുടെ മേ ബി നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ നന്നായി പോകുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. അത് സെലിബ്രിറ്റി പരിവേഷമൊന്നും താല്പര്യപ്പെടുന്നുമില്ല, അതിനോട് ഇതുമില്ല. കാരണം അതിൻ്റെ ഒരു നമ്മളൊരു കോമൺ മാനാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു സാധാരണ ചെറിയ കടയുടെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള കുഞ്ഞു കടകളുടെ വീഡിയോ, 1 രൂപയ്ക്ക് ദോശ കിട്ടുന്ന കട, 25 രൂപയ്ക്ക് ചുരിദാർ കിട്ടുന്ന ലാസ്റ്റ് ചെയ്ത്. അപ്പോൾ അത്ര സാധാരണ അതൊരു ചേച്ചി പാവം, അവരൊരു കുഞ്ഞു ടെക്സ്റ്റൈൽസ് ഇട്ടിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിപ്പം സ്വന്തമായിട്ട് വലിയ ടെക്സ്റ്റൈൽ തുടങ്ങിയപ്പോൾ എന്നെ വിളിച്ചു, അങ്ങനെ പോയി ചെയ്തു. എൻ്റെ ഇനോഗ്രേഷനും എൻ്റെ പ്രൊമോഷനും ഞാൻ ചെയ്തിട്ട് വന്നു. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ, അതുപോലുള്ള ചെറിയ ഓണ്ടർപ്രണേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം വലിയ ബ്രാൻഡ് വിളിച്ചിട്ട് അവരുടെ പ്രൊമോഷൻ ചെയ്ത് അത് നമ്മൾ ചെയ്യാറുണ്ട്. രണ്ടും പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നല്ല പ്രോഡക്റ്റ് ആണോ ചെന്നിട്ട് ആൾക്കാർ. പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും ഒരു ദിവസമൊക്കെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു സാധനം മേടിച്ചുകൊണ്ട് കളർ കളയി പോയാലും ചീത്തകൾ കേൾക്കേണ്ട നമ്മളായിരിക്കും. അവൻ പറഞ്ഞ കണ്ടിട്ട് പോയതാണ്, നമ്മളതിന് ഡയറക്റ്റ് അതും കേൾക്കണം, നല്ലതും കേൾക്കണം, അല്ലേ? കൂടുതൽ അങ്ങനെ കുറച്ച് നെഗറ്റീവ് ഒക്കെ വളരെ അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കുറവാണ് കേട്ടിട്ടുള്ളത്. പക്ഷെ എന്നാലും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം
ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്തൊരു കടയിൽ പോയി ഞാൻ തന്നെ ഒരു 2 ഷർട്ട് മേടിച്ച് ഞാൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ കളറുള്ള ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു ഇത് എനിക്കിതാണെങ്കിൽ മറ്റുള്ളവർ. പക്ഷേ അത് തുണി കടക്കാരൻ്റെ പ്രശ്നമല്ല, കൊണ്ടുകൊടുത്ത അല്ലെ സപ്ലയറുടെ അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കും, വിരളമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോൾ പരസ്യം കൊടുക്കുന്ന ആളുടെ മേളിലേക്ക് ചിലപ്പോൾ ചാരാറുണ്ട് അതൊക്കെ. അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ കാണാറുണ്ട്. ചിലർ വിളിച്ച് പറയാറുണ്ട് ചേട്ടാ ഇങ്ങനെ. പക്ഷെ ഞാൻ അത്തരത്തിൽ ജെന്യൂനാണെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ഇടപെട്ട് ഞാൻ പരിഹരിക്കാറുണ്ട്. എന്നെ സ്വാതന്ത്ര്യമായിട്ട് മോശേട്ടാ ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു, അതൊരു 6 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അത് ചെറിയൊരു പ്രശ്നം വന്നു, അവിടെ കൊണ്ടുപോയപ്പോൾ അവർ ശരിയാക്കി തന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കടയിൽ വിളിക്കാം. ഞാൻ വിളിച്ച് അവിടെ ചോദിക്കുക ഇതിങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ, ജെന്യൂനാണോ അതോ ഉടായ്പാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ജെന്യൂനാണെങ്കിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ അടുത്ത് അങ്ങോട്ടൊരു വരവുണ്ട് വേറൊരു വീഡിയോ ചെയ്യാനായിട്ട്, അത് ചെയ്ത് കൊടുത്ത ചരിത്രമുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. കാരണം വളരെ പാവപ്പെട്ടൊരു പയ്യൻ നെടുമങ്ങാടുന്ന ഒരു ദിവസം കുറേ നാൾ മുമ്പ് വിളിച്ചു. ഞാനൊരു 2 വർഷം മുമ്പ് ഒരു മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോ ചെയ്ത് സെക്കൻഡ് ഹാൻഡ് കട വയ്ക്കുന്നത്. അപ്പോൾ അവനെടുത്ത് ഇവനൊരു 6 മാസം വാറണ്ടി എന്ന് കൊടുത്തു, കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നു. അപ്പം ഒരു 6 മാസം തികയാനായിട്ട് 2-3 ദിവസം ഉള്ളപ്പോൾ ആ ഫോണിന് എന്തോ കംപ്ലയിൻറ്റ് പറ്റി. എനിക്കറിയില്ല, ഡിസ്പ്ലേയിൽ എന്തോ ഫ്ലിക്കറിങ് എന്തോ വന്നു. അതുകൊണ്ട് എടുത്തപ്പോൾ മാറ്റി കൊടുത്തില്ല. അവൻ എന്നെ വിളിച്ച് ബില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ 6 മാസം എഴുതി തന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു അത് മര്യാദയ്ക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും ഒരു വരവ് കൂടെ വരും, ഞാൻ വന്ന് 2ാമതൊരു വീഡിയോ ചെയ്യും, നീ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കലാണ്. സീരിയസ് ആയിട്ട് അത് ചെയ്യേണ്ട കാര്യമാണല്ലോ. നമ്മളെ വീഡിയോ പോയി കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പോയി വാങ്ങിച്ച മൊബൈലാണെന്ന് കൂടെ ഓർക്കണം. നിങ്ങളുടെ വീഡിയോസ് കൊണ്ട് എത്ര ആൾക്കാർ എത്ര ഷോപ്പുകളിൽ പോകും, എത്ര ബിസിനസ് നടക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ പേര് പറയുന്നില്ല, കൊല്ലത്തെ ഒരു ഷോപ്പിൽ വന്നിട്ട് 5 million അടിച്ചൊരു ഷോപ്പുണ്ട്, ഫർണിച്ചർ ഷോപ്പാണ്. പേര് ചേട്ടനും പറയണ്ട, നമ്മളിലൂടെ എന്തായാലും ആ പേര് പോകണ്ട. പക്ഷെ എങ്കിൽ പോലും അവിടെ വെച്ചിട്ടൊരു ചെറിയൊരു ആദരവൊക്കെ നല്ലൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പുള്ളി വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. പുള്ളി ഇച്ചിരി കട ബുദ്ധിമുട്ടാണ്, ഞാൻ മൈൻഡപ്പ് ചെയ്യണം എന്നല്ലെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിക്കുന്നത്. അന്ന് പുള്ളിക്ക് വലിയ ബഡ്ജറ്റൊന്നുമില്ല. എൻ്റെ ബഡ്ജറ്റ് ഇത്രയാണ് ചേട്ടന് പറ്റുമെങ്കിൽ. ഞാൻ ഏതോ ഒരു സമയത്ത് ഗുരുവായൂർ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഇറങ്ങി, വരുന്ന വഴിയായതുകൊണ്ട് അവിടെ ഇറങ്ങി ആ ഒരു ബഡ്ജറ്റിൽ ഞാൻ ചെയ്തു കൊടുത്തു. പുള്ളി രക്ഷപ്പെടും. അപ്പോൾ അതിനുശേഷം ഇത്രയും വലിയ ഹിറ്റായി പുള്ളിക്ക് അത്രയും വലിയ ബിസിനസ്സൊക്കെ നടത്താൻ പുള്ളി വിളിച്ച ആദരവും, അത് കൂടാതെ നമ്മൾ തന്ന എമൗണ്ടിൻ്റെ പുറമെ കാശ് തന്നു. ആ കാശ് ഞാൻ മേടിച്ചില്ല, പക്ഷേ രാവിലെ ആരും പറഞ്ഞ് ചെയ്തതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ പൈസ വേണ്ട എന്നുള്ള. അപ്പോൾ പുള്ളി ഒരു ആദരവൊക്കെ തന്നിട്ടാണ് കിട്ടുക. അതിനകത്ത് വേറെ പ്രശ്നമുണ്ട്, നടപടി മെത്ത വിരിച്ചെന്നുള്ള പേരിൽ കേസൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള സംസാരങ്ങളൊക്കെ വന്നു. അതായത് ചന്ദ്രതോപ്പ് ജംഗ്ഷനിൽ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അത് എന്നെ വിശ്വസിച്ച് വന്ന് അയാൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് ബിസിനസ്സിൽ. അയാൾക്ക് വേറെ നിർവാഹമില്ല. അപ്പം അയാളെ എന്നെ വിശ്വസിച്ച് വീഡിയോ ചെയ്യാവുന്ന ഒരാളാണ്. അയാൾ ഭയങ്കര മേ ബി അയാൾ എന്ത് ബുദ്ധിമുട്ടിയാണ് എനിക്ക് കാശൊക്കെ അറേഞ്ച് ചെയ്യുന്നത് എനിക്കറിയില്ല. അയാളോട് തിരിച്ച് എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ്. അയാൾ മാത്രമല്ല, നമ്മളോട് വീഡിയോ ചെയ്യാൻ വരുന്ന എല്ലാവരോടും നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെൻറ്റ് നമ്മൾ 100% നിർവഹിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ഗിമിക്സൊക്കെ കാണിച്ച് അല്ലേ, അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്തതാണ്. അല്ലാതെ പർപ്പസ്ഫുള്ളി റോഡിൽ മെത്ത എടുത്തിട്ടതല്ല. പുള്ളിക്ക് വേണ്ടി ഇട്ട മെത്തയാണ്, അത് എനിക്ക് വേണ്ടി ഇട്ട മെത്തയല്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. മെത്തയുടെ മേളിൽ നിങ്ങൾ ചാടി വീഴുന്നു, നോക്കിയ വണ്ടി ഫുള്ള് ബ്ലോക്ക്. അപ്പോൾ എല്ലാവരും കാണുകയും ചെയ്തു, വീഡിയോ കണ്ടു. വീഡിയോയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിപ്ലൈസിനെ കുറിച്ച് വന്നു. പക്ഷേ ആക്ച്വലി ആ ബ്ലോക്കൊന്നും ഉണ്ടായില്ല. അത് നമ്മൾ മെത്ത ചാടുന്നത് തിരക്കില്ലാത്ത സമയത്ത് മെത്ത ഇട്ട് ചാടി, എന്നിട്ട് ബ്ലോക്കിൻ്റെ ഷോട്ട് എടുത്തു. അങ്ങനെയാണ് ചീറ്റ് ചെയ്തത്. കാരണം അങ്ങനെ ഒരു ബ്ലോക്ക് അവിടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഉറപ്പായി കേസ് എടുക്കും, കംപ്ലൈൻറ്റ് ഉണ്ടാവും, കേസ് എടുക്കും, അതിൻ്റെ പേരിൽ ഉറപ്പായിട്ട് എടുക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം മെത്ത ഇടുന്ന ഷോട്ട് എടുത്തു, റോഡിൽ അതിനെ മെത്ത തിരിച്ചെടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ട്രാഫിക് സിഗ്നൽ അവിടെ ഓപ്പൺ ആവുന്ന ഹോൾഡ് ആവുന്ന സമയമുണ്ട് ആ ജംഗ്ഷനിൽ. ആ സമയമാകുമ്പോൾ ഞാൻ വീണ്ടും ഇടും, എന്നിട്ട് വീണ്ടും ചാടും. അങ്ങനെ 10 പ്രാവശ്യം ചാടിയിട്ടാണ് ഷോട്ട് കിടക്കുന്നത്.